Good afternoon, sir. Yes, good afternoon. Yes, ആരംഭിച്ചാലോ? Let us start. Okay, Fatima, good afternoon. I am very fine, Fatima. I think you are also very fine. Yes, ആരംഭിച്ചാലോ? Let us start. Okay. Okay, yes. Okay. Okay, Shahana. Okay. Yes, let us start. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു.
ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചൊക്കെ പറയാൻ കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയണം. ഫാത്തിമ ഷെറിൻ, ഫാത്തിമ ഓക്കെ 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 അപ്പൊ ഫാത്തിമ ഷെറിൻ ഞങ്ങൾ കാര്യം പറഞ്ഞത് മനസ്സിലേക്ക് ആ സിറ്റുവേഷൻ വിചാരിക്കുക. അപ്പോ ഓക്കെ 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 സംഭവം ഇതാണ്. ഫാത്തിമയുടെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറയുകയാണ്, ഞാൻ വൈകുന്നേരം 5 മണിക്ക് വരാം. എന്തെങ്കിലും ഒരു പരിപാടി, വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി സാധാരണ ഇത് വരുന്നത് 7 മണി 8 മണിയാകുമ്പോഴാണ്. ഇന്ന് 5 മണിക്ക് വരാമെന്ന് പറയുന്നത്. ഐ വിൽ കം അറ്റ് 5 o'clock in the morning. റെഡി ആയിട്ടിരുന്നോളാൻ പറയുന്നത്. അപ്പോ അച്ഛൻ പോയതിനു ശേഷം അച്ഛൻ വൈകിട്ട് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കേസ്, ആ സംഭവം അമ്മയോട് പറയുന്നു. എങ്ങനെ പറയും? അച്ഛൻ വൈകിട്ട് 5 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അമ്മയോട് പറയണം അച്ഛൻ പോയതിനു ശേഷം. എങ്ങനെ പറയും? യെസ് ഫാത്തിമ. ഫാത്തിമ പറയുന്നില്ല. അവിടെ നിൽക്കട്ടെ. ചിന്തു ജോസ് എങ്ങനെ പറയും? അച്ഛൻ വൈകിട്ട് 5 മണിക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അമ്മയോട് നമ്മൾ എങ്ങനെ പറയും? Mom, father said that the father said that he came വരാംന്ന് പാസ്റ്റ് ആയിട്ടാണ് പറയണ്ടേ? ഇഷ്ടമുള്ളവര് പറഞ്ഞോ, എന്തൊക്കെ ശരിയാക്കാം. ചിന്നുവിന് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതുപോലെ പറഞ്ഞോ. അച്ഛൻ വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Yes. The father said that he will come. He will come at evening 5:30 time. ഇപ്പൊ ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് he will come at 5 PM എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ഞാനാണ് ഗായത്രി. യെസ്, അനുഷ ശോഭൻ. അന്ന് പറഞ്ഞു നോക്കി, 5 മണിക്ക് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അച്ഛൻ പോയതിനു ശേഷം അമ്മയോട് പറയുന്നു. Father said that he would came at evening 5 o'clock. He would came അല്ലേ? കുറച്ചുകൂടി ശരിയുടെ അടുത്തേക്ക് വന്നു, എന്നാലും തെറ്റുണ്ട് അതിൻ്റെ അത് കേട്ടോ. ബിന്ദു രാജീവ്. Yes, sir. പറഞ്ഞോക്കി. Father told me that my father told me that he would come after 5 o'clock. Alla. At 5 o'clock. At 5 o'clock. At 5 o'clock. Okay. Jinsi. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ജിൻസി. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞതില് ഇത്രയും പറഞ്ഞതില് അപ്പൊ ഇങ്ങനൊക്കെ പറയേണ്ടി വരും പലപ്പോഴും. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ആരെങ്കിലും മറ്റൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞതില് കറക്റ്റ് ആയിട്ട് ബിന്ദുരാജീവിന്റെ അനുഷ പറഞ്ഞപ്പോ ശരിയായപ്പോ മുട്ട് കഴിഞ്ഞതിന് ശേഷം കെയിം എന്ന് പറഞ്ഞു.
അവിടെയാണ് അവിടെ അന്വേഷണം തെറ്റുപറ്റിയത്. ബിന്ദുരാജി വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ കേട്ട കാര്യം നമുക്ക് വേറെ ആളോട് പറയേണ്ടി വരുമ്പോൾ എങ്ങനെ പറയുന്നൊരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ടെൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മള് നേരത്തെ ഗ്രാമറിൽ നമ്മള് വിവിധ ടെൻസുകളെ കുറിച്ചും ഇത് പാസീവ് വോയിസിനെ കുറിച്ചൊക്കെ പഠിച്ചതുപോലെ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റി എഴുതണമെന്ന് നമ്മൾ സൈഡിൽ എവിടെയോ കുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇൻവെർട്ടഡ് കോമയിൽ തരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോ അതിനെങ്ങോട്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ അത് നമുക്ക് പറയാം. She said ഇൻവെർട്ടഡ് കോമയില് I studied 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 English poem ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നമുക്ക് അതിലേക്ക് വരാം. She said, അവൾ പറയുകയാണ് I studied English poem, ഞാൻ ഇംഗ്ലീഷ് പോയം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയത് I study എന്നാണ്, പ്രസന്റ് ടെൻസ് ആണ് എഴുതിയത്. ഓക്കെ ജിൻസി, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ അകത്ത് പ്രസന്റ് ടെൻസ് ശരിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒച്ച കേട്ടില്ല. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ. റെഡി. നമുക്കിപ്പോ ഇത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. യെസ്, മീ ടു. വെരി ഗുഡ്. ഓക്കെ. നമുക്ക് റെഡി ആക്കാം കേട്ടോ. ഓക്കെ, നോക്കി. അപ്പൊ ജിൻസിക്കും മനുഷ്യക്കും ഒക്കെ റിപ്പോർട്ട് സ്പീച്ച് എന്താണെന്ന് അറിയാമോ? പണ്ട് പഠിച്ചൊരു ഓർമ്മയുണ്ട് സാർ. പണ്ട് സ്കൂളിൽ പഠിച്ചല്ലേ. ഓക്കെ. അത് എന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. നമ്മൾ ഒരു കാര്യം കേട്ടു, ആ കേട്ട സംഗതി ആരോടാണോ പറഞ്ഞത് അയാൾക്ക് വേണമെങ്കിൽ വേറെ ആളോട് പറയാം. അതുമല്ല എങ്കിൽ ഓരോ ആളോട് പറയുന്നത് നമ്മൾ കേട്ടു, ആ കേട്ടത് നമുക്ക് വേണമെങ്കിൽ വേറെ ആളോട് പറയാം. അങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. യെസ്, she said I studied English poem, STUDIED. അപ്പൊ ഇവിടെ നോക്കാം. I studied, ആ തന്നിരിക്കുന്ന ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന് ടെൻസ് നോക്കാം. ടെൻസ് നോക്കുമ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. I സബ്ജക്റ്റ് ആണ്, സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, സ്റ്റഡീഡ് എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്റ്റഡീഡ് എന്നാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റഡീഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിക്കൂടെ എന്നൊരു സംശയം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരാം. പക്ഷെ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. കാരണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നെങ്കിൽ അതിന്റെ കൂടെ ഒന്നുകിൽ ഹാസോ അല്ലെങ്കിൽ ഹാവോ അല്ലെങ്കിൽ ഹാഡോ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് കയറി വന്നേനെ. അപ്പൊ അതുകൊണ്ട് അത് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ആ വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അപ്പൊ മറക്കരുത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എന്താണ് ചെയ്യണമെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയുന്നത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതണം. മറക്കരുത്, ഏത് ടെൻസിലോട്ട് മാറ്റി എഴുതണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റി എഴുതണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന്. നമ്മൾ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടോ?
സബ്ജക്റ്റും ഹാഡും വെർബിന് പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആ രീതിയിലോട്ടാണ് ഇതിനെ മാറ്റിയത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സൈഡില് മാർജിനിലോട്ട് എവിടെയെങ്കിലും വര വരച്ചിട്ട് എഴുതിക്കോ. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇതിനു മുമ്പ് നമ്മൾ എഴുതി സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്നത്, അപ്പൊ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. ഇതാണ് അതിന്റെ നിയമം, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. ബാക്കിയുള്ള നിയമങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. ഐ എന്നുള്ളത് ഷീ ആവും അല്ലെങ്കിൽ ഹി ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അതുപോലെയൊക്കെ തന്നെ, വ്യത്യാസങ്ങളൊന്നും. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ വാചകം നമുക്കൊന്നും കൂടി നോക്കാം. അവൾ പറഞ്ഞു, ഷീ സെഡ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം, ഞാൻ ഇംഗ്ലീഷ് കവിത പഠിച്ചു. ഇത് കേൾക്കുന്ന നമ്മൾ വേറൊരാളോട് പറയുമെന്ന് പറയും, അവള് പറഞ്ഞു അവൾ ഇംഗ്ലീഷ് കവിത പഠിച്ചു, അല്ലേ? അവൾ പറയുകയാണ് ഞാൻ ഇംഗ്ലീഷ് കവിത പഠിച്ചു. ഞാൻ എന്ന് പറഞ്ഞാൽ അവള് തന്നെയല്ലേ? അപ്പൊ നമ്മൾ കേട്ട് കഴിയുമ്പോ നമ്മൾ വേറെ ആളോട് പറയുമ്പോ എന്താ പറയാ? അവള് പറയുന്നു അവൾ ഇംഗ്ലീഷ് കവിത പഠിച്ചുവെന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, ഷീ സെഡ് ദാറ്റ്. അതിലെ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു വെച്ചു, ഷീ സെഡ് ദാറ്റ്. ആ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഷീ തന്നെയാണ്, അല്ലേ? അപ്പൊ ഷീ സബ്ജക്റ്റ് വന്നു, ഷീ. നമ്മൾ എങ്ങോട്ട് മാറ്റണം? ഇത് സിമ്പിൾ പാസ്റ്റ് അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഓക്കെ 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 കൺസിഡർ. ഓക്കെ, ദാറ്റ് ഷീ ഹാഡ് സ്റ്റഡീഡ്, ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ ഓക്കെ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം. ഓക്കെ 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 ശരിയാണ് എഴുതിയത് കേട്ടോ. ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് പോയം, കറക്റ്റ് ആണ്. അപ്പൊ മറക്കാതിരിക്കാൻ, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിയത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിയത്. ഓക്കെ, ഇനി ഞാനത് വേറൊരു വാചകം പറയാം, നിങ്ങളത് ചെയ്ത് നോക്കുക. ഷീ സെഡ്, ഷീ സെഡ്. ഇനി ഇൻവേർട്ടഡ് ഫോമിൽ എഴുതുക. I bought, BOUGHT, bought a chain, CHAIN, chain for my daughter, DAUGHT, daughter. ഞാൻ മുഴുവൻ പറയാം. I bought a chain for my daughter. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങി. യെസ്, ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാം. അതൊന്ന് എഴുതി നോക്കി. തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസ് ആണെന്ന് നോക്കാം. ആ ടെൻസ് ഞാൻ എങ്ങോട്ട് മാറ്റണം എന്നുള്ളത് നോക്കാം. ഓക്കെ, വിദ്യാജി ചെറിയൊരു മിസ്റ്റേക്ക് ശ്രദ്ധ പറ്റിയിട്ടുണ്ട്. മൈ എന്നുള്ളത് റെഡി ആയി കഴിഞ്ഞാൽ അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. ഓക്കെ ജിൻസി, ഓക്കെ റസീന, ഓക്കെ അഞ്ജു, ഓക്കെ 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 റസീന, ഓക്കെ ഷഹാന,
യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ ഒന്നുകൂടെ ആൻസർ പറയാം. ഷീ സെഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ അഞ്ജന, ശരിയാണ്. ഓക്കെ 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 ഓക്കെ. ഐ ബോട്ട് എ ചെയിൻ ഫോർ മൈ ഡോട്ടർ. ഓക്കെ അഞ്ജന, ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങി. ഇത് കേൾക്കുന്ന ആള് വേറെ ആളോട് പറയുമ്പോ എന്ത് പറയും? അവൾ പറഞ്ഞു അവളുടെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങിയിരുന്നു. അപ്പൊ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബോട്ട് എ ചെയിൻ ഫോർ ഹെർ ഡോട്ടർ. അവളുടെ മകൾക്ക്, മൈ എന്നുള്ളത് എന്തായി? ഹെർ നായി. ഫോർ ഹെർ ഡോട്ടർ. DAUGHT. Yes. Next. He said. ഇവിടെ കോമൺ എഴുതുക. You studied STUDIED. Studied English without the help of your teacher. Without the help of your teacher. Inverted comma close here. Okay. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. He said, അവൻ പറഞ്ഞു, you studied English. നീ ഇംഗ്ലീഷ് പഠിച്ചു. Without the help of your teacher. നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ. Okay. Okay, Anju. Okay, Bindu. Okay, Chinnu. Okay, Shahana. Okay, Nisha. Yes, ആരെങ്കിലും ഇല്ല. വേദനയ്ക്ക് വളരെ എളുപ്പമുള്ളതാണ് ഞാൻ പറഞ്ഞത്. He said, you studied English poem without your teacher. English poem അല്ല, English. Okay. നീ ഇംഗ്ലീഷ് പഠിച്ചു. ആ നീ എന്ന് പറയുന്ന ഒരാളെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അയാൾ വീട്ടിൽ ചെന്ന് പറയുമ്പോ അവൻ പറഞ്ഞു, ഞാൻ ടീച്ചർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പൊ എന്ത് വരും? He said that I had studied English without the help of your എന്നുള്ളത് my എന്നാവും. My teacher. Without the help of my teacher. Yes. One more നമുക്ക് ചെയ്യാം. He said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ
You called me. You called, C-A-L-L-A-D, called me for F-O-R, for morning walk. Morning walk. Inverted comma close here. Inverted comma close here. I will repeat. He said, you called me for morning walk. Okay. അതിന് മീൻ എന്നുള്ളത് വന്നിട്ടില്ലല്ലോ. ഓക്കെ രാജീവ്. ഓക്കെ ഷഹന. ഓക്കെ അഞ്ജു. ഓക്കെ ജിന്നു. ശിഖ വന്നു. ഓക്കെ ശിഖ. യെസ്. അപ്പൊ ഞാൻ വായിക്കാം. He said, you called me. നീ എന്നെ വിളിച്ചു. For morning walk. ഒരു പ്രഭാത സവാരിക്ക് നീ എന്നെ വിളിച്ചു. അപ്പോ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് പറയും? അവൻ പറഞ്ഞു, ഞാൻ അവനെ പ്രഭാത സവാരിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. അപ്പൊ ആൻസർ എന്തുപോലെ? He said that I had called him. മീനുള്ള ഹിമായി. I had called, ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. ഫോർ മോർണിംഗ് വാക്ക്, ഒരു മോർണിംഗ് വാക്കിന് വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. ഓക്കെ. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം വളരെ എളുപ്പമുള്ള വാചകങ്ങളാണ്, പെട്ടെന്ന് ചെയ്യാവുന്ന അല്ലെങ്കിൽ അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വരുന്ന വാചകങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റുകൂടാണ്ട് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ വാചകങ്ങളുടെ വ്യാപ്തി ഒന്ന് വർദ്ധിപ്പിക്കുകയാണ്. യെസ്. He said. He said. അടുത്തതാണ് he said. അത് കഴിഞ്ഞ ശേഷം ഇൻവെർട്ടഡ് കോമ എഴുതിക്കോ. When did they come? C-O-M-E, come. When did they come? Question mark. Inverted comma close here. I will repeat the sentence. He said, inverted comma, when did they come? When did they come? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
യെസ്, ഇതാരും ചെയ്തില്ലല്ലോ. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോരാം. ബിന്ദു രാജീവ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എഞ്ചിനീയേഴ്സിനും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നോക്കിയേ, ഹി സെറ്റ്, അവൻ ചോദിച്ചു. വെൻ ഡിഡ് ദേ കം, അവർ എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, ചിന്നു ചെറിയൊരു വ്യത്യാസം അതുണ്ട്. ചെയ്യാം നോക്കാം. ഹി സെഡ്, അവൻ ചോദിച്ചു. വെൻ ഡിഡ് ദേ കം, അവർ എപ്പോഴാണ് വന്നത്. അത് കേൾക്കുന്ന നമ്മള് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ളത് നമുക്ക് നോക്കാം. യെസ്, അവൻ ചോദിച്ചു, അത് നമുക്ക് അതുപോലെ തന്നെ ഇടാം. ഹി ചോദിക്കുകയാണ്, ഒരു കാര്യം ചോദിക്കുകയല്ലേ. അപ്പൊ ചോദിച്ചു, ഇതിനു മുമ്പൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, പറയുകയായിരുന്നു. സ്റ്റേറ്റ്മെന്റ്, ഇതിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അവരെപ്പോഴാണ് വന്നത്. യെസ്, അപ്പൊ അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആസ്ക്ഡ് എന്നാണ്. ചോദിച്ചു എന്നുള്ളത് പകരം നമുക്ക് ആസ്ക്ഡ് എന്നാണ്. ഇനി അപ്പൊ അത്ര ഹി ആസ്ക്ഡ് ആയി. ഓക്കെ, ഇനി നോക്കിയേ, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ കം പ്രസന്റൻസ് ആണ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ പ്രസന്റ് അല്ലെന്ന് വിചാരിക്കും. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി കാണും. ഡിറ്റും പ്രസന്റ് ടെൻസും വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു കൊള്ളണം. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സെന്റൻസിൽ വെൻ ഡിഡ് ദേ കം എന്നുള്ള സെന്റൻസിൽ ഡിറ്റ് ഉണ്ട്, പിന്നെ കം പ്രസന്റ് ടെൻസും മതി. ഡിറ്റ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസേ വരുള്ളൂ, പക്ഷെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പൊ ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിറ്റ് അവിടെ ഇല്ലാതെ വിചാരിക്കും. വെൻ ദേ കെയിം എന്നുള്ള ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എംഫസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റ് ഉപയോഗിച്ചിട്ട് കെയിം എന്നതിന് പകരം കം ആക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഡിറ്റ് അവിടെ ഇല്ലെങ്കിൽ ആ ചോദ്യം എങ്ങനെ വരും? വെൻ ദേ കെയിം എന്ന ചോദ്യം വരുള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. യെസ്, അപ്പൊ നമുക്ക് ആൻസർ എന്ത് എഴുതാൻ പറ്റും? ദേ ആസ്ക്ഡ്, ദാറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചോദ്യം ആയതുകൊണ്ട്. വെൻ സബ്ജക്റ്റ് ദേ had come, when they had come. ചിന്നു ജോസ് എഴുതിയപ്പോ ദേ എന്നുള്ളതിന് പകരം വി എന്നാണ് എഴുതിയത്. അപ്പൊ നോക്കിയേ, വി എന്ന് എഴുതണമെങ്കിൽ നേരിട്ട് അയാളോട് യു എന്ന് പറഞ്ഞ് ചോദിക്കണം, എങ്കിലേ അവിടെ വി എന്ന് വരുള്ളൂ. നേരിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, പിടികിട്ടി കാണുമ്പോൾ വിശ്വസിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, പറയാം. ഹി സെഡ്, SAID ചോദ്യമാണ് പറയണത്. ജിൻസിക്ക് അത് കിട്ടിയില്ല എന്ന് പറയണം. ഹി സെഡ്. ഇനി ഇവിടെ കോമന്റ് വെൻ ഡിഡ് ദേ കം, വെൻ ഡിഡ് ദേ കം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. വെൻ ഡിഡ് ദേ കം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് വരും. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. വെൻ
they had come. Did ഒന്നും ചെയ്യണ്ട. ആ ഡിറ്റ് നമ്മൾ കം എന്നുള്ളത് കെയിം ആക്കി ഡിറ്റിലൂടെ നോക്കുക. അപ്പൊ അവിടെ ഹാഡ് ചേർത്താൽ മതി. കം കെയിം കം തന്നെയാണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും? He asked when they had come. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഇനി ഞാൻ ഓക്കെ 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 ഒന്നുകൂടി കുറച്ചുകൂടി വലിയൊരു സെന്റൻസ് പറയാം. ഓക്കെ, ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക. ഇൻവെർട്ടഡ് കോമയിൽ തുടങ്ങണം. why 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 didn't DIDN apostrophe T? Why didn't you come 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 in the morning? In the morning. Okay. In the morning. Comma. ചോദ്യം ഒന്നുകൂടി പറയാം. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. ഇൻവെർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യാം. Why didn't DIDN apostrophe T? Why did not already short didn't ആക്കിയതാണ്. Why didn't you come in the morning? In the morning. Comma. Pradeep. 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 Okay. Question mark. അത് കഴിഞ്ഞതിന് ശേഷം ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. യെസ്, എന്നിട്ട് എഴുതുക ആസ്ക്ഡ് asked the teacher. TEACHER, teacher. I will repeat the question. Inverted comma ആരംഭിക്കുന്നത് why didn't you come in the morning? Pradeep asked the teacher. Teacher ചോദിച്ചു. Okay, എഴുതാൻ പറ്റും നോക്കി. കെയും എന്ന് എഴുതിയേക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബിന്ദു ബാക്കിയൊക്കെ കറക്റ്റ് ഉണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. മീ എവിടെ നിന്ന് കിട്ടി? ചിന്നു ഓക്കെ. അർഷന ഓക്കെ. അനുഷ സാർ, ഇത് നമ്മൾ കേട്ട കാര്യം പറയുന്നതല്ലല്ലോ, നമ്മളെ കുറിച്ചല്ലല്ലോ. പ്രദീപ് നമ്മളായിട്ടല്ല പറയണ്ടേ അല്ലേ? അല്ല. ഞാൻ അങ്ങനെ അപ്പൊ അങ്ങനെ വരുമ്പോ പ്രദീപ് എന്നുള്ള പേര് അവിടെ വെക്കാൻ പറ്റില്ല. ഓക്കെ. സാർ, എനിക്കൊരു കൺഫ്യൂഷൻ കം വരുന്നത് തന്നെ കൊണ്ടാണ്. ഹാഡ് ഒരു മിനിറ്റ് പറയാം. ഓക്കെ, അതിന്റെ 3 ടെൻസ് ഒന്ന് പറഞ്ഞേ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും. കം കെയും തന്നെ. ഓ സോറി സാർ. യെസ്.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, എന്റെ ആൻസറിലോട്ട് പോവാം അല്ലേ? നോക്കുക, ഞാൻ ചോദ്യം വായിക്കാം. വൈ ഡിഡ്ന്റ് യു കം ഇൻ ദ മോർണിംഗ്? എന്തുകൊണ്ട് നീ രാവിലെ വന്നില്ല? പ്രദീപ്. അപ്പൊ പ്രദീപിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ പ്രദീപിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം പറ്റും. പ്രദീപ് എന്ന് പറയുന്ന വാക്ക് പറയാൻ പറ്റില്ല. പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞ ആളെ പറയുമ്പോ എന്നോട് തന്നെ പറയാൻ പറ്റുള്ളൂ. പ്രദീപ് എന്ന് പറഞ്ഞ വാക്കവിടെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ കേട്ട് നിൽക്കുന്ന ആളെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വാക്കവിടെ ഒഴിവാക്കേണ്ടി വരും. യെസ്, ആസ്ക് ദ ടീച്ചർ. ടീച്ചർ ചോദിച്ചു. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്. അപ്പൊ ആസ്ക് എന്ന് പറയാം, ഒരു വിവരം തിരക്കുകയാണ്, വേണമെങ്കിൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. അപ്പൊ കൺഫ്യൂഷനിലേക്ക് അധികം പോകുന്നില്ല. ആസ്ക് നൽകി ചോദിക്കുകയാണ്. ദ ടീച്ചർ ആസ്ക്. ടീച്ചർ ആസ്ക് ആരോട് ചോദിച്ചു? പ്രദീപിനോട് ചോദിച്ചു. അപ്പൊ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ്. ടീച്ചർ പ്രദീപിനോട് ചോദിച്ചു വൈ, എന്തുകൊണ്ട്. ഡിഡ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് എഴുതുന്ന സമയത്താണ് ഡിഡ് നോട്ട് വരിക എന്നുള്ള കേസ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. മറന്നുപോയതായിരിക്കും. ഡിഡ് നോട്ട് പാസ്റ്റ് ആണ്. ഡു പ്രസന്റ് ടെൻസ്, ഡിഡ് പാസ്റ്റ് ടെൻസ്, ഡൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഡിഡ് നോട്ട് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് ആ ഡിഡ് നോട്ട് എന്നുള്ളതിന് പകരം ഹാഡ് നോട്ട് അല്ല, പാസ്റ്റ് ടെൻസ് ഹാഡ് നോട്ട്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നമ്മൾ മാറ്റി. അപ്പൊ ആൻസർ എന്ത് വന്നു? ദ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ് വൈ, എന്തുകൊണ്ട് ഹി ഹാഡ് നോട്ട് കം ഇൻ ദി മോർണിംഗ്. വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദി മോർണിംഗ്. അങ്ങനെയാണ് എഴുതേണ്ടത്. വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദി മോർണിംഗ്. അപ്പോ ഷഹാന, ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ദ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ് വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. ഷഹാന്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാവുന്ന മാർഗങ്ങളുണ്ടോ? ഒന്നും കൂടി നോക്കി കഴിയുമ്പോൾ ഇത് ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താവുന്ന സംഗതി കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഞാൻ ചോദ്യം ഓപ്പൺ ആക്കുന്നു. ആർക്കെങ്കിലും ഇത് മറിച്ച് ഇങ്ങനെയും ആക്കി കൂടെ, അല്ലെങ്കിൽ ഇത് ഒരു മാറ്റം ഇങ്ങനെ വരുത്തി കൂടെ, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ബിന്ദുരാജീവ് എന്ത് തോന്നുന്നു? വേറെ ഒന്നും അറിയില്ല. വേറെ ഒന്നും അറിയില്ല. അപ്പൊ ആ വാചകത്തിലൂടെ ശ്രദ്ധിച്ചു നോക്കി. ആ വാചകം നമ്മൾ എഴുതിയത് ടീച്ചർ ആസ്ക്ഡ് പ്രദീപ്. അവിടെയുള്ള പ്രദീപിനെ നമുക്ക് വേണമെങ്കിൽ കളയാം. ആ പ്രദീപിനെ കളഞ്ഞതിന് ശേഷം വൈ, അതിന്റെ ഹീ ഇല്ലേ, ആ ഹീക്ക് പകരം അവിടെ പ്രദീപ് കൊടുത്താലും ഇതേ മീനിങ് തന്നെയാണ് കിട്ടുക. ടീച്ചർ ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രദീപ് രാവിലെ വരാതിരുന്നതെന്ന്. കണ്ട? യെസ്. അപ്പൊ നമ്മൾ ആദ്യം പ്രദീപ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അവൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തിനാ ആദ്യം പ്രദീപ് എന്ന് പറയുന്നില്ല? രണ്ടാമത്തെ അവന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? പ്രദീപ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ടീച്ചർ ആസ്ക്ഡ് വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. അങ്ങനെയും എഴുതാം. നിങ്ങൾ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് വിട്ടു തന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഈ വരുന്ന ഭാവിയിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് സിമ്പിൾ വാചകങ്ങളൊക്കെ പറഞ്ഞത് ഇത് നിങ്ങൾക്കൊന്ന് ഹൃദിസ്ഥമാകാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള വാചകങ്ങളിലേക്കൊക്കെ പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലോചന ചെയ്താൽ മതി. ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക.
Why WHY? Why didn't DIDN apostrophe T? Why didn't you sing SING, sing? Inverted comma, close here, question mark. I will repeat the sentence. Why didn't you sing? Why didn't you sing? Okay. Inverted comma, close here, question mark. And about the said SAID, said Mr. Mr. Singh, 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 S capital, SINGH, Singh to Mrs. Mrs. Singh, S capital SINGH. So, a question you. I will repeat the question. Why didn't you sing? Said Mr. Singh to Mrs. Singh. Mr. Singer, Mrs. Singh ചോദിക്കുകയാണ് നിനക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ? Yes. Why didn't you sing? Why didn't you sing? Why didn't you sing? Inverted comma and Vajagam. Why didn't you sing? Anusha, I last word, a single result, I would have mistake. Why didn't you sing? Said Mr. Singh to Mrs. Singh. Said Mr. Singh to Mrs. Singh. Okay, Chinu. Okay, Shahana. Mr. Singh, Mrs. Singh ചോദിക്കുകയാണ് എന്തുകൊണ്ട് അവൾക്ക് പാടിക്കൂടാ? Yes. മിസ്സിൽ സിംഗ് കഴിഞ്ഞ് ദാറ്റി ചേർക്കണ്ടേ? ചേർക്കണോ? ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കണ്ട. ചേർത്താ കുഴപ്പമുണ്ടോ? ചോദ്യമല്ലേ? ചേർക്കുമ്പോ എന്തുകൊണ്ട് പാടിക്കൂടാ എന്ന് ചോദിച്ചു എന്നുള്ള അർത്ഥം വരും. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ പറയാം. മിസ്റ്റർ സിംഗ് ആസ്ക്ഡ് മിസ്സസ് സിംഗ്. മിസ്റ്റർ സിംഗ്
മിസ്സിസ് സിംഗിനോട് ചോദിച്ചു, വൈ, എന്തുകൊണ്ട്? ഷീ ഹാഡ് നോട്ട്, സിമ്പിൾ പാസ്റ്റ് ആണ് അത്, ആ പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റി. ഹാഡ് നോട്ട് സൺ, SUNG, സൺ. സിംഗ്, സാങ്, സങ്. സിംഗ്, സാങ്, സങ്. വൈ ഷീ ഹാഡ് നോട്ട് സൺ, SUNG. ഓക്കെ 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 ഓക്കെ. അപ്പോ ബുദ്ധിമുട്ടുള്ള വാചകം കൊണ്ട് നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല. ഓക്കെ, ഇനി ആരാണ്? അർഷാന ഷറിൻ. ഓക്കെ 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 അർഷാന. ഓക്കെ 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 ഓക്കെ. യെസ്, ട്രീസ ജോൺ. ട്രീസ റോസ് ജോൺ. Anju Nelson. Yes, sir. Okay, okay. I am going to ask you a question. Very simple question. ചോദിക്കുന്ന അഞ്ചിനോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയിട്ടാണ്. വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് ഓൺ ലൈഫ്? ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? ഇതാണ് ചോദ്യം. വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് ലൈഫ്? അപ്പോ ഓരോരുത്തരും ഇതുവരെയുള്ള പ്രായത്തിന്റെ ഇടയ്ക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ബിറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട അനുഭവം കൂടുതലുള്ളവരുണ്ടാവാം. അപ്പോ അതിൽ നിന്ന് നമുക്ക് വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോവുകയൊക്കെ ചെയ്ത പോലെ ഒരു കഥ. പക്ഷേ ആ കഥ പറഞ്ഞത് ഒരു ഇഡിയറ്റാണ്, ഒരു വിഡ്ഢിയാണ്. ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ജീവിതം ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണെന്ന് പറയുന്നത്. കാരണം ഒരു വിഡ്ഢിക്ക് ഒരിക്കലും നല്ലൊരു കഥ പറയാൻ പറ്റും. ബിക്കോസ് അദ്ദേഹം ഒരു വിഡ്ഢിയായതുകൊണ്ട് നല്ലൊരു കഥ പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ജീവിതം എന്ന് മാക്ബത്ത് എന്ന് പറയുന്ന നോവലിൽ, ഡ്രാമയില് ഷേക്സ്പിയർ പറയുന്നു. എല്ലാം നേടാൻ വേണ്ടി ശ്രമിച്ചു, അവസാനം ഓരോന്ന് കയ്യിൽ നിന്ന് പോകുമ്പോ പുള്ളി പറയുന്നത്, വിലപിക്കുന്ന ഒരു സംഗതിയാണ്, ജീവിതം എന്നെ സംബന്ധിച്ച ഒരു കഥയാണ് ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. അപ്പൊ ഞാൻ ഇതൊക്കെ വെറുതെ പറഞ്ഞത് അഞ്ജുവിനെ ആലോചിക്കുന്ന സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അഞ്ജുവിന്റെ ഈ പ്രായത്തിനുള്ളിൽ അഞ്ജു ചിന്തിച്ചു കഴിഞ്ഞപ്പോ വാട്ട് ഈസ് ലൈഫ്, ജീവിതം എന്നാൽ എന്താണ്? ഐ വാണ്ട് യുവർ ആൻസർ ടു ബി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, പറഞ്ഞു അഞ്ജു. വാട്ട് ഈസ് ലൈഫ് അക്കോർഡിംഗ് ടു യു? Life is 10% happiness. 10% happiness, 90% അല്ലെങ്കിൽ 10% ഹാപ്പിനെസ്, വേറെ ഏതെങ്കിലും 10%, വേറെ 10%, അങ്ങനെ ഓരോന്നും ഡിപെൻഡ് ചെയ്തിട്ടില്ല. നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവില്ല. ജീവിതം എന്നെ സംബന്ധിച്ചിൻ്റെതാണ്. നമ്മുടെ അനുഭവത്തിന്റെയും ജീവിതത്തിന്റെയും വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എക്സാമ്പിൾ പറയണെങ്കിൽ, ജീവിതം അതൊരു ഗെയിമാണ്. അത് ഞാൻ പറഞ്ഞത് വെറുതെ എന്റെ നിങ്ങൾക്കൊരു ചിന്തകൾ വരാൻ വേണ്ടി വെറുതെ ഒരു ഗെയിമാണ്. വിജയിക്കാൻ ഗെയിം എന്ന് പറയുമ്പോൾ ഒരു ഗെയിമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈക്വൽ ചാൻസ് ആണ്. വിജയിക്കാനുള്ള 50 ചാൻസ് ഉണ്ട്, വിജയിക്കാതിരിക്കാനുള്ള 50 ചാൻസ് ഉണ്ട്. 50-50 പോവാം. യെസ്,
What is it? Life is a journey, not a destination. ഇതൊരു വില്യം ഷേക്സ്പിയർ ഒരു കവിതയുണ്ട്. ലൈഫ് ഇസ് ജേർണി. ഐ ഹാവ് ടു ട്രാവൽ. വരികളെ പറഞ്ഞു. അതായത് ജീവിതം ഒരു യാത്രയാണ്. ഒരു എന്താ പറയാ, ജനനം എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് മരണം എന്ന് പറയുന്ന പോയിന്റിലേക്ക് ലൈഫ് ഇസ് ജേർണി. ഓക്കെ, യെസ്. അപ്പൊ ഒരു യാത്ര പോലെയാണ് ജീവിതം, അല്ലേ? അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, കയറ്റങ്ങൾ ഉണ്ടാവും, ഇറക്കങ്ങൾ ഉണ്ടാവും, നിരപ്പായ സ്ഥലങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, അല്ലെ? പ്ലെയിൻ ഏരിയസ്, അപ്സ് ഡൗൺ. ഓക്കെ, പറഞ്ഞു, ബാക്കി പറഞ്ഞു. നിങ്ങൾ ജീവിതത്തെ കുറിച്ച് ആരും ചിന്തിക്കണില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ വേറെ ഒരുപാട് കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം. ജീവിതം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീപ്പായ ചിന്ത നിങ്ങൾക്ക് പറ്റില്ല. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും വാട്ട് ഈസ് ലൈഫ്. ഒന്നുകൂടെ ആലോചിച്ചോ. ജിൻസിക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ളതായിരിക്കുമല്ലോ. അപ്പൊ ജിൻസിക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ലൈഫ്. ഓക്കെ ജിൻസി, ഓക്കെ 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 ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്. അപ്പൊ നമുക്ക് ഇനി പിന്നെ പറയാൻ പറ്റുന്നത് ചിന്നുവിനാണ്. Chinnu Jose, I want your answer to be in English. That is the only thing. What is life according to you? Chinnu, it's my own perception. Life is a long process. It includes different emotions, yes, like happiness, curiosity, yes, sadness, etc. yes. Life is different from person to person, and it is a difficult task to lead the life. Yes. We need more confidence to lead our life. It Yes. also includes many losses. Yes. Okay, whatever you said that we couldn't understand it. Okay, just like Anju Nelson has told, life that can be compared to what? She compared it to a journey. To what you want to compare life? It is just like what? എന്നോടാണോ? ജീവിതം ഒരു യാത്ര എന്ന് പറഞ്ഞത് കമ്പയർ ചെയ്ത്, അതുപോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിന്നൂര് എന്ത് പറയാൻ പറ്റും? ഇത് ഏതാണ്ട് ഇന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചില പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും അനുസരിച്ചൊക്കെ മനസ്സിലായി. മൊത്തത്തിൽ നോക്കുമ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് എന്താ അവിടെ നമുക്ക് ചോദിച്ചത്? ലൈഫ് ഈസ് ഒരു അൺസർട്ടനിറ്റി. ലൈഫ് ഹാസ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി ഉള്ള ഒരു സംഗതിയാണ് ലൈഫ്, അല്ലേ? യെസ്. Nothing is certain. Anything may happen at any time. At any time. Okay. So we try to achieve our dreams. Yes. Dreams and aim with a short period. Okay. Anju, Jinsi says that life is a drama. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഡ്രാമയാണ്. അപ്പൊ വി ആർ ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഡ്രാമ. നമ്മളൊക്കെ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വി ആർ ഓൺ ദ സ്റ്റേജ്, വി ആർ ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഡ്രാമ. ഈ നാടകത്തിൽ ജീവിതമാകുന്ന പറയുന്ന ഒരു നാടകത്തിന് വിവിധ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങളാണ് നമ്മളെല്ലാവരും എന്നുള്ള രീതിയിലാണ് ജിൻസി കമ്പയർ ചെയ്യുന്നത്. അഞ്ജു അതിലൊരു യാത്രയായിട്ട് പറഞ്ഞു. അഞ്ജന പറയുന്നത് ലൈഫ് ഈസ് എ റിവർ എന്നാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഫ്ലോയിങ്.
വളഞ്ഞു ഒഴുകുന്നു, നേരെ ഒഴുകുന്നു, വളഞ്ഞു തിരിഞ്ഞെല്ലാം ഒഴുകുന്നു. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ റിവർ. യെസ്. ഓക്കെ ജിൻസി, ഓക്കെ അഞ്ജു, ബിന്ദുരാജി, വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ്? അഞ്ജന, വാട്ട് ഈസ്, ഞാൻ ചോദിക്കാട്ടോ, ബിന്ദുരാജി, അക്കോർഡിംഗ് ടു യു എങ്ങനെയാണ് ജീവിതം നോക്കിക്കാണുന്നത്? I think everyone's dream is their life. Yes. In my opinion, Yes, okay. Okay. In your opinion, what is life? Life can be compared to what? but my dreams not fulfilled now. My dreams are not fulfilled. Okay. There is time imbalance, not worry. Okay. Yes. അതായത് അഞ്ജുനേഴ്സിന്റെ അഭിപ്രായമായിരിക്കില്ല ചിന്നുവിന്, രണ്ടുപേരുടെയും അഭിപ്രായമായിരിക്കില്ല ജിൻസി. കാരണം നിങ്ങൾ എല്ലാവരും കടന്നു വരുന്നത് വേറെ വേറെ സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പൊ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനുഭവിച്ച സംഗതികളാണ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരാള് റിവറായിട്ടും ഒരാള് ഡ്രാമയായിട്ടും ഒരാള് ജേണിയായിട്ടും കമ്പയർ ചെയ്തത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ചിന്നു പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ത്രെഡ് ഓഫ് അൺസർട്ടനിറ്റി. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. വിചാരിക്കുന്ന പോലെയല്ല, വിചാരിക്കാത്ത രീതിയിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ലൈഫ് ഈസ് എ ഫുൾ ഓഫ് അൺസർട്ടനിറ്റി. അവ്യക്തത നിറഞ്ഞതാണ്, വ്യക്തത ഇല്ലാത്തതാണ്. ഓക്കെ, ബിന്ദുരാജിന് എന്ത് തോന്നുന്നു? വാട്ട് ഈസ് ലൈഫ്? All of their opinions in their way, they are correct. What is your opinion? എന്നാ പറയണ, ചിന്നു പറഞ്ഞത് ശരിയാണ്. എല്ലാരും പറഞ്ഞത് അല്ല, തൊട്ടടുത്ത നിമിഷം നെക്സ്റ്റ് ടൈമിൽ എന്നാ സംഭവിക്കണേന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇറ്റ് ഈസ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റി അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഇതിനെ കുറിച്ച് ആലോചിച്ചു. എല്ലാവർക്കും വീണ്ടും ഒരു ചാൻസ് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് പറയാന്നുള്ളതാണ്. കൂടെ നിങ്ങളുടെ ചിന്തകൾ വന്നോട്ടെ. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ടൈം. ഓക്കെ. Okay, thank you. Okay. Thank you.